ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച 63ാമത്തെ വയസ്സിലാണ് ലോകത്തിന്റെ നേതാവ് ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു എന്നറിയുമ്പോൾ അറിഞ്ഞവർ കരയുകയാ, കേട്ടവർ നിലവിളിക്കുകയാണ്. അവിടെ ആണെന്നോ പെണ്ണെന്നോ പ്രായമുള്ളവരെന്നോ കുട്ടികളെന്നോ വേർതിരിവില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് അറിയുന്നവർ മുഴുവനും കരയുകയാണ്. കരയുക മാത്രമല്ല, നിലവിളിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഇറങ്ങി മസ്ജിദ് നബവിയിലേക്ക് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാട് മുഴുവനും കരയുകയാണ്. കരയല്ലേ എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത നാട്. നിങ്ങളുടെ മകളിൽ ഒരാൾ മരണപ്പെട്ടാൽ പടച്ചവനെ ആ കരയുന്നവരോട് കരയല്ലേ എന്ന് പറഞ്ഞു സമാധാനിപ്പിക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണുമല്ലോ. എന്നാ മദീനത്ത് അങ്ങനെ ഒരു മനുഷ്യനില്ലാതെ പോയി. മദീന മുഴുവനും കരയുകയാണ്. പറയേണ്ടവർ മുഴുവനും കരയുകയാണ്. പറയേണ്ട ആളാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മദീനയിൽ തന്നെയില്ല, പിന്നെ പറയേണ്ടത് ഉമർ തങ്ങളാണ്. ഉമർ തങ്ങളുടെ അവസ്ഥ എന്തെന്നറിയുമോ? ഊരി പിടിച്ച വാളുമായി നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നടക്കുകയാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ വാൾ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ പറയേണ്ട ആളാണ് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തളർന്നു കിടക്കുകയാണ്. പിന്നെ പറയേണ്ട ആളാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. സംസാരിക്കാൻ കഴിയാതെ അലിയാർ തങ്ങൾ തളർന്നിരിക്കുകയാണ്. ഓരോരുത്തരും കരയുകയാണ്. പടച്ചവനെ, ഒരു നാട് മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പറയാൻ ഒരാൾ പോലുമില്ല. പടച്ചവനെ, ഒരു നാട് മുഴുവനും വല്ലാത്ത കണ്ണുനീരിൽ നിൽക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ ഇവിടെ ഇരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. തിങ്കൾ കഴിഞ്ഞു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ചയാണ്, 3ാമത്തെ ദിവസമാണ് നബി തങ്ങളുടെ ജനാസ ഇവിടെ നിന്ന് ഖബറടക്കുന്നത്. അതിന്റെ കാരണം പടച്ചവനെ, എന്ത് ചെയ്യണമെന്ന് പറയാൻ ഒരു നേതാവില്ല. ആരും ഉത്തരവാദിത്തോടെ എടുത്തു വെച്ച് പറയാൻ ഒരാളില്ലടോ, ഒരു നേതാവില്ലടോ. ആ നേതാവില്ലാത്തത് കാരണം നബി തങ്ങളുടെ ജനാസ ഇവിടെ വെച്ചിരിക്കുകയാണ്. ആരാണ് കുളിപ്പിക്കേണ്ടത്? എവിടെയാണ് ഖബറടക്കേണ്ടത്? നിസ്കരിക്കണോ? ഇമാമത്ത് ജമാഅത്തായി നിസ്കരിക്കണോ? ഒറ്റയ്ക്ക് നിസ്കരിക്കണോ? ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരു നേതാവില്ലാത്തത് കാരണം മദീന മുഴുവനും സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. പടച്ചവനെ, വലിയ ധൈര്യമില്ലാത്ത സ്വഹാബിയ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അബൂബക്കർ തങ്ങൾക്ക് ഈമാനികമായിട്ടുള്ള ഒരു ധൈര്യം കൊടുക്കുകയാണ്. നബി തങ്ങളുടെ മരണം അറിഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത് കയറുകയാണ്. മുത്തുനബിയുടെ മരണം അവിടെ നിന്ന് സ്ഥിരീകരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു വിളിച്ചുകൊണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന ആ മദീന നിവാസികളോട് അതാ അബൂബക്കർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പടച്ചവനെ, ഒരു പുതിയ നേതാവ് കടന്നു വരികയാണ്. അബൂബക്കർ തങ്ങൾ പടച്ചവനെ അവിടെ നിന്ന് മരണം വിളിച്ചു പറയുകയാണ്. എല്ലാ വലിയ സ്വഹാബത്ത് ഒരുമിച്ച് കൂടുകയാണ്. പിന്നെ ഇവർ തീരുമാനമെടുക്കുകയാണ്. ആരാണ് ഒരു പ്രവാചകൻ എവിടാണോ വഫാത്താകുന്നത് അവിടെയാണ് ഖബറടക്കേണ്ടത്. ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? ആരാണ് പൊതിയേണ്ടത്? ആരാണ് ഖബർ കുടിക്കേണ്ടത്? പടച്ചവനെ, എല്ലാവരും ഒറ്റയ്ക്കാണ് നിസ്കരിക്കേണ്ടത്. എല്ലാം അവിടെ നിന്ന് തീരുമാനമെടുക്കുകയാ, പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ അവസാനം ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ ജനാസ അവിടെ റൗളയിൽ ഖബറടക്കും.